ണമെന്ന് ഈ നാട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചുകൂടിയ ഈ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖങ്ങളിൽ കാണുന്നത് പ്രകാശമാണ്. ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, കാലം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ നാടിന്റെ രാഷ്ട്രീയ മനസ്സ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവനായകനെ യൂട്യൂബ് വടകര കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിലിനെ യാതൊരു സംശയവുമില്ല. പാലക്കാടിന്റെ മനസ്സും ഹൃദയവും കീഴടക്കിയ ഷാഫി പറമ്പിൽ ഇനി വടകരയുടെ ഇവിടെ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വടകരയുടെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ നൽകിയിട്ട് വേണം നമുക്ക് ഇതിന് പാലക്കാട്ടുകാർക്ക് വടകര നൽകുന്ന ഉറപ്പ്. നിങ്ങൾ ഷാഫി പറമ്പിലിനെ എങ്ങനെയാണോ യാത്രയച്ചത്, ആ യാത്രയത്തിന്റെ വൈകാരികത ഞങ്ങൾ തിരിച്ചറിയുന്നു. പാലക്കാട് നൽകിയതുപോലെ വടകരയും ഷാഫി പറമ്പിൽ നൽകുന്ന സ്വീകരണം വൻ വിജയമാക്കി തീർക്കാൻ ഓരോരുത്തരും
പൂർണ്ണമായും ഉൾക്കൊള്ളണമെന്നും വിദേശത്തിന്റെ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനൗൺസ്മെന്റ് വാഹനത്തിന് പിറകിൽ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളുമാണ്. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ തുറന്ന വാഹനമാണ്. നമ്മുടെ സ്ഥാനത്തുണ്ടാവും ശിങ്കാരി മേളവും ഇതുണ്ടോ എന്നാ ഒന്ന് വഴി അതിനുശേഷം ബഹുജനങ്ങളും നാസിക്കോവുമാണ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ബഹുജനങ്ങളുടെ പിന്നിലായി എത്തിച്ചേരാൻ കഴിയാത്ത വിഷമങ്ങളുണ്ട്.
സുൽത്താനെ കാണുന്നില്ല. മാറി മാറി മാറിക്കൊക്കെ പോരൂല.
സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ കുടിയുള്ളതുകൊണ്ട് കാണൂല. ഭയങ്കര സംഭവം തന്നെ. അതിൽ ഭയങ്കര സംഭവം തന്നെ. അങ്ങോട്ട് അടിക്കാനായില്ല.
Ahí va. Venga. ആയിരം അഭിവാദ്യങ്ങൾ. കൈവടി ജയൻ സത്യൻ കളിയങ്ങാർ ചുപ്പിനരിക്കാട്ടേരി ജയരാജൻ മൂടാടി എസ് പി കുഞ്ഞാമത് പി അഹമ്മദ് മാസ്റ്റർ കെ അബ്ദുള്ള എ കെ നവാസ് ഇല്ലിക്കൽ അഗസ്തി കാട്ടൂർ അതോടൊപ്പം നമ്മോടൊപ്പം വിശിഷ്ടാധിപത്യത്തിനെതിരെ തീഷ്ണമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ വേണു RMPയുടെ സംസ്ഥാന സെക്രട്ടറി ഈ യോഗത്തിലെ വിശിഷ്ടാതിഥിയാണ്. അദ്ദേഹത്തെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. നടത്തി വീര പതാക ഉറപ്പിച്ച നാടാണ് ഈ നാടിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ അനീതിക്കെതിരെ പോരാട്ടം നടത്തി വിജയഗാഥ നടത്തിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർലമെന്റ് സീറ്റ് കിട്ടിയപ്പോൾ ആ സമ്മേളന സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഒന്നിച്ചായത്. അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ്
ഈ ജനങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള ഒരു മുല്ലപ്പുഴ ജയിക്കും. വടകരയിലെത്തിയപ്പോൾ 10,000 അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ജനസമുദ്രമാണ്. മലവെള്ളച്ചാട്ടം പോലെ കുത്തിയൊഴുകുന്ന മെട്രോ ശ്രീധരനെ അട്ടിമറിച്ചുകൊണ്ട് പാലക്കാടൻ വീതികളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF-ന്റെയും ചിലത് പറഞ്ഞു നമ്മുടെ സ്ഥാനം KPCC-യുടെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെട്ടത് ലീലാ ദാമോദരൻ മേനോനായിരുന്നു. ആ ലീലാ ദാമോദരൻ മേനോന്റെ കഴിഞ്ഞ പ്രാവശ്യം BJP സ്ഥാനാർത്ഥി വന്നു. പ്രിയമുള്ളവരെ, വടകരയുടെ ചരിത്രം കുറിച്ച് മാറ്റിയെഴുതാൻ മഹാഭൂരിപക്ഷത്തിന് നിങ്ങളുടെ ഹൃദയത്തിലെത്തിയ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കരിമ്പനയുടെ നാട്ടിൽ നിന്ന് കടത്തനാടിന്റെ മണ്ണിലേക്ക് ജനകീയ അശ്വമേധം തീർക്കാൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഇതാ കടന്നു വന്നിരിക്കുക. മുഴുവൻ ആളുകളും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ CPM-കാരൻ KSCB-യുടെ സ്ട്രീറ്റ് ലൈറ്റാണ് ഓഫ് ചെയ്തത്. നിങ്ങളുടെ മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്യാനാണ് ഷാഫി പറമ്പിൽ. ജയിക്കുന്നതിന് മുമ്പ് MLA-യുടെ ആഫീസ് തുറന്ന ശ്രീധരൻ ആ ശ്രീധരന്റെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ടാണ് ഈ വടകരയുടെ മണ്ണിൽ നോക്കിക്കൂട്ടിയ LDF-ന്റെ സ്ഥാനാർത്ഥി ഒരു മഹാത്ഭുതമാണ് എന്ന് നോക്കി കാണിച്ചുകൊണ്ടാണ് ഇവരുടെ 2ാം മന്ത്രിസഭയിൽ അംഗമാക്കാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് CPI-ന്റെ ഉത്തരവുണ്ട്. ഇവർ കഴിവുകെട്ടവരാണ് എന്നതാണ് അതിന്റെ ഉത്തരം. അഴിമതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എല്ലാ ബോർഡ് മാറ്റാൻ പോവുകയാണ്. ആ ബോർഡിൽ MD എന്ന ബോർഡ് എഴുതിച്ചെടുക്കുകയാണ്. ഭൂരിപക്ഷത്തിൽ ഈ വടകരയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളതൊക്കെ അയക്കാം. അത് നിങ്ങളെല്ലാം നാളെ മുതൽ രംഗത്തിറങ്ങുന്നതിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഉദ്ഘാടനത്തിനും ചെറിയൊരു കാര്യം, DCC MLA-യുടെ ഫോൺ നഷ്ടപ്പെട്ടു. ചിട്ടിയില്ലേ അസലിക്ക് ഫോണല്ലേ പോയിട്ട് തിരക്കിലെടുക്കണം പറയണത്. ശരി, ആ 2 ഇലക്ഷനിലും അന്ന് കുഞ്ഞാലിക്കുണ്ടായി വന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജനാധിപത്യ കേരളത്തിന്റെ അധികാരം രമേശ് മുന്നോട്ടിരിക്കണോ? ഷാഫി ഒരു വലിയ അല്ല, ഇവിടെ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട്. ഷാഫിയുടെ വരവാണോ ജനങ്ങളുടെ സാഗരമാണോ? ഒരു ചെറിയ ഇരമ്പം, കടൽ പോലെ. അതാവേശത്തിന്റെ തിളക്കമാണ്. ഈ ട്രബിൾ വരാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയാണ്. കഴിഞ്ഞ വർഷം അവകാശപ്പെടുന്നുണ്ട്, CPM അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിയല്ല. അന്ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അഷ്റഫ് ഞങ്ങളുടെ MLA ആണ് അവിടെ തടുക്കുന്നത്. ഞങ്ങളാണ്, UDF ആണ്. അതിലൊരു ചെറിയ വഴിയുണ്ട്, കോയമ്പത്തൂരിൽ നിന്നിട്ട് കാശ് വരുന്ന വഴിയില്ലേ. കാരണം അധികായൻ ശ്രീധരൻ വന്ന വഴി പോയി. നമ്മളിവിടെ മുരളീധരന് വമ്പിച്ച ഒരു വരവ് കേൾക്കൽ, അതാണ് ശ്രീ ബാലനാരായണൻ പറഞ്ഞു. ഞാൻ അതുപോലെ ഇതുപോലെ 1/4 മണിക്കൂർ കാത്തിരുന്നാണ് അന്ന് മുരളിയെ സ്വീകരിച്ചത്. അത് പറഞ്ഞിരുന്നു മുരളി ഉറപ്പായിട്ട് ജയിക്കുമെന്ന്. അതിന് മുന്നേ അതിന്റെ മടയിൽ തീർക്കാൻ UDF അല്ലാതെ ആരാണ് BJP-യെ തടുക്കുന്നത്? LDF ആണോ? ഒരിക്കലുമല്ല. അവര് വർത്തമാനത്തിൽ
തടയും, ഞങ്ങള് അതിനെ ഫിസിക്കലായിട്ട് തടയും. അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നടത്തം സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, മതോദരത്തിന് വേണ്ടിയാണ്. എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് ഗുജറാത്തിലൂടെ ബോംബെയിൽ വന്ന് അവസാനിക്കാൻ പോകുന്നു. 17 ദിനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ആ ത്യാഗം സഹിക്കുന്ന ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കൂടെ, ജനങ്ങളോടൊപ്പം ഇവിടെ അദ്ദേഹത്തെ പറഞ്ഞതുപോലെ ഉറച്ചുറച്ച് നമ്മളെക്കാളൊക്കെ ഊർജ്ജസ്വലതയോടെ കൂടി നിൽക്കുന്ന രമയെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, എല്ലാവരും ഒരുപോലെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുത്ത പരസ്പര ബഹുമാനം, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് അതിൽ തന്റെ ജീവിത ജനകീയ ഇന്ത്യയായ കോഴിക്കോട്ടെ വികസന നായകൻ തന്റെ രാഷ്ട്രീയം ഭവനം ഒന്നിച്ച് ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാണ് യജമാനൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി ജാഗ്രതമായ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഉജ്ജ്വലനായ MP, നമ്മുടെ ജനകീയ MP രാഘവേട്ടൻ നിങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നു. അതിന് അദ്ദേഹം ശ്രമിക്കുക. ഇവരുടെ മനസ്സുണ്ട് പറഞ്ഞു. എന്റെ കണക്കിൽ ഇപ്പൊ ഒരു 3 മണിക്കൂർ ഞങ്ങൾ തിരക്കിൽ പെട്ടിട്ട് 3 മണിക്കൂർ. ഷാഫി എഴുതി വെച്ചു. ഷാഫി 2 ലക്ഷം ഭൂരിപക്ഷം എഴുതി വെച്ച ഇവിടെ ഇനി നിരന്തരമായി പോരാട്ടങ്ങൾ സാക്ഷ്യം വയ്ക്കും. നമ്മുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വിജയിച്ചതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അവിടെയും വിജയിച്ചു. മോദിയെ തോൽപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ ഏറ്റവും കൂടുതൽ MP-മാരുണ്ടാകണം. അതുകൊണ്ടാണ് KC വേണുഗോപാല് ആകെ കഴിഞ്ഞതോടെ തോറ്റി. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടികയുമായി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരു സീറ്റിൽ പോലും ഇത്തവണ പരാജയപ്പെടാൻ ഞങ്ങൾക്ക് മനസ്സില്ല, UDFന് സമ്മതമില്ല എന്ന രൂപത്തിൽ ഷാഫി പറമ്പില് വിജയന്റെ സമഗ്രാധിപത്യത്തെ സ്ഥാപിക്കാനാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചതെങ്കിൽ അതിന് വടകരയുടെ മനസ്സ് തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സിറ്റിയിലെയും ഇക്ബാൽ കോളേജിലെയും നെടുമങ്ങാട് കോളേജിലെ കുട്ടികളെയും കലോത്സവത്തിൽ നിന്നപ്പോൾ തല്ലിച്ചത്. നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പാലക്കാട് കരിമ്പനയുടെ നാട്ടിൽ നിന്ന് നിങ്ങുന്ന ഹൃദയത്തോടുകൂടി നമ്മുടെ കടത്ത നാട്ടിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഷാഫിയെ നാം എടുത്തിരിക്കുന്നു. വടകരയുടെ ഹൃദയം കീഴടക്കി ഷാഫി ഒരൊറ്റ മണിക്കൂർ കൊണ്ട് KK ശൈലജ ടീച്ചർ 1 മാസം പിന്നിട്ട പ്രചരണ ദൂരം 1 മണിക്കൂർ കൊണ്ട് പിന്നിടാൻ നമുക്ക് സാധിക്കുന്നു. ഈ യുവ പോരാളിയുടെ നിശ്ചദാർഢ്യം, ജനാധിപത്യ രീതി,
സമരവീര്യം, സമര പോരാട്ടം ഇതിൽ തൊടാൻ, തോൽപ്പിക്കാൻ എന്ന് പോയിട്ട് നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. ഇത് വടകരയാണ്. വടകര മാറാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വടകരയെ അതിശക്തമായ രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടത്തി വടകരയെ മാറ്റി. നമ്മുടെ ശരത്ലാലിന്റെ കൂടി നിങ്ങൾ നേതൃത്വം നൽകാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രണ്ട് പ്രസംഗത്തിന് പ്രശസ്തി. പക്ഷേ ഞാനങ്ങോട്ട് വന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ ഹമീദും താറവട്ടിയത് ഉസ്മാനും താറവട്ടിയ സൈഡിലിരുന്നത് അഷറഫുമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു യാത്ര BJP ജയിച്ചാൽ നടക്കുമോ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ CPI സംസാരം കേൾക്കുന്ന CPI സുഹൃത്തുക്കളോട് ചോദിക്കും, നിങ്ങൾ ഇവിടുന്ന് പലരും സീറ്റ് ജയിച്ചു പോയാൽ നിങ്ങൾ പാർലമെന്റിൽ എന്താണ് ചെയ്യുക? കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ആര് മത്സരിക്കുന്നു എന്നുള്ള കോൺഗ്രസിന്റെ മെഴുതിയെത്തിയുണ്ടോ അവിടെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇന്ന ദിവസത്തിൽ എന്നാണ് ഈ ജനസദസ്സിനോട് എനിക്ക് അഭ്യർത്ഥിക്കാറ്. നമ്മൾക്ക് സാധനം എന്നുള്ളതിന്റെ നേരനുഭവമാണ് നമ്മളൊക്കെ അല്പം മുമ്പ് കണ്ടത്. എത്രത്തോളം ഹൃദയത്തിലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളൊക്കെ തൊട്ടു പിന്നിൽ നിന്ന് നോക്കിക്കാണുകയാണ്. ഞാനിതാ ഉറപ്പു തരുന്നു, നിങ്ങളുടെ ഈ തീരുമാനം തെറ്റുപോവില്ല. എങ്ങനെയാണോ 13 വർഷം മുമ്പ് പാലക്കാട് എന്ന് പറയുന്ന CPM-ന്റെ സിറ്റിംഗ് സീറ്റിലേക്ക് ഷാഫി പറമ്പിലിനെ അന്ന് നിയോഗിച്ചത്, എങ്ങനെയാണോ ആ ഉത്തരവാദിത്വം അദ്ദേഹം ആദ്യ തവണ തന്നെ നിർവഹിച്ചു സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അമ്മമാരുടെ മകനായി മാറിയത്, അവിടുത്തെ സഹോദരിമാരുടെ കൊച്ചനുജനായി മാറിയത്, അവരുടെ ഏറ്റവും മക്കളുടെ കളിക്കൂട്ടുകാരനായി മാറിയത്, അതിന്റെ മറ്റൊരു തരത്തിലുള്ള ആവർത്തനമായിരിക്കും ഇനി മുതൽ ഈ വടകരക്കാർ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള വാക്ക്. അതുകൊണ്ട് തന്നെ എന്റെ ഈ പ്രിയ സ്നേഹിതനെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മണ്ണായി ഈ വടകരയെ എന്നും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രിയങ്കരനായിരുന്ന MP അദ്ദേഹത്തിന് ഇതാ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാറിന് കാലുകുത്താനുള്ള മണ്ണ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇവന്റെയൊക്കെ നെറുന്തലക്ക് അടിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ശ്രീ K. മുരളി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി മുതൽ ഇവിടെ ഷാഫി പറമ്പിലുണ്ട്. നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്, ഈ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഷ്ട്രീയം അധികം സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ഷാഫിയുടെ വാക്കുകൾക്കായിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വിധിയെഴുത്ത് ഈ രാജ്യത്തുണ്ടായില്ല എങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ മക്കൾക്കായി കരുതി വച്ചിരിക്കുന്ന ഈ രാജ്യം മറ്റേതോ തരത്തിൽ മാറിപ്പോകേണ്ടി വരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവസാനത്തെ പോരാട്ടമാണ്. ബോധ്യം ചെയ്തതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുവനെ ഭേദം ചെയ്താൽ നിങ്ങൾ എങ്ങനെ സഹിക്കും? അക്രമ രാഷ്ട്രീയ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ചെക്കൻ വന്നിറങ്ങിയപ്പോൾ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫ്യൂസ് കൂടി. ഇക്കണക്കിന് റിസൾട്ട് വരുമ്പോ താപനിലയത്തിന്റെ ഫ്യൂസ് കൂടിയാലും നമ്മളാരും നെട്ടണ്ട എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനിപ്പോൾ. വടകരയുടെ പ്രത്യേകത, നമ്മുടെ ത്രിപുരയില് ബംഗാളിലെ സഹാക്കന്മാർ ഒഴിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ TP ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും
ഒന്നിച്ചല്ല, ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി MP രാജേഷ് ചില ആശങ്കമാണ്. MP രാജേഷോട് പറയാനായിട്ടുള്ളത്, ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല, ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ്. കാരണം ഷാഫി പറമ്പിൽ ഇനി MLA ആയി പാലക്കാട്ടേക്ക് പോവില്ല. ഇനി ആ പാലക്കാട് ബൈ ഇലക്ഷൻ, കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. ഉറപ്പിച്ച് പറയുന്നു, പാലക്കാട് ബൈ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ മെട്രോമാനെ പൊട്ടിച്ചതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും. അപ്പൊ ആ ആശങ്കയും MP രാജേഷിന് വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കയറാൻ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാരും നമ്മുടെ മുന്നിൽ തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വ്യക്തിപരമായി കൂടി പറയുക, കലകളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത്, പൊന്നുപോലെ നോക്കിക്കോളും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആകെയുള്ളൊരു പ്രയാസം, മറ്റേത് ഞാൻ എന്തെങ്കിലും അദ്ദേഹം ഇവിടുത്തെ പുതിയപ്പനാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിലേക്ക് തരികയാണ്. ഈ വടകര നമ്മൾ പിടിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് UDF. ബുദ്ധിമുട്ടിപ്പോ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ വന്ന ഷാഫി പറമ്പിലെ 2 ലക്ഷം വോട്ടിന് ജയിപ്പിക്കാനായിരുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡ് എടുത്ത് പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ വൈകിപ്പോയി, പിന്നീട് വന്നേ. നമ്മളൊക്കെ സിനിമ കാണുന്നവരാണ്. സിനിമയിൽ ആദ്യം രംഗപ്രവേശം ചെയ്യാനാ വില്ലന്മാർ, വില്ലവരാരാ കൊമേഡിയന്മാര്. അത് രണ്ടും വന്നു. യഥാർത്ഥ നായികൻ ഇതാ വന്നിരിക്കുന്നു. വടകരക്കാർ നമ്മൾക്ക് ഉത്തരവാദിത്വം. പ്രിയപ്പെട്ട ഷാഫി പറമ്പിലെ ഞങ്ങൾ നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിച്ചിരിക്കുന്നത് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അതാണ് നമ്മുടെ രീതി, അതാണ് സ്വപ്നം. അതിന് പോളിംഗിന്റെ അവസാന നിമിഷം വരെ പോരാടുക. ഇത്തവണ ഒരു പ്രത്യേകത, കഴിഞ്ഞ നാടുകളിൽ TP ചന്ദ്രശേഖരന്റെ പാർട്ടി നമ്മുടെ പ്രിയപ്പെട്ട RMP പുറത്തു നിന്നാണ് സഹായിച്ചതെങ്കിൽ രമേശിനും വേൾഡും ഉൾപ്പെടെ വന്ന് നമ്മളോടൊപ്പം ചേരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന സന്തോഷം ലഭിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നവർ ഉറപ്പു തരുന്നു. ഭൂരിപക്ഷം 2 ലക്ഷം. നമസ്കാരം, ജയ്. ഇന്ന് ഉച്ചം വടകര ഒരിക്കലും കാണാത്ത ജനക്കൂട്ടം അവർ തീരുമാനിച്ചിരിക്കുന്നു. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ പൊറുതിയില്ല ജനങ്ങൾ. പോലെ കുത്തി ഒഴുകുന്ന ഈ മഹാസാഗരം കടല് പോലെ ഇരുമ്പുന്ന ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നില്ല. എനിക്ക് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ ഈ നാടിന് വേണ്ടി ഞാൻ കാണിക്കുന്നു. രാഘവേട്ടൻ പറഞ്ഞു, ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഞാൻ വിളിച്ചു പോന്നു. ഞാനിവിടെ ഒരു പ്രസംഗമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ 10,000-കണക്കിന് ജനങ്ങളുടെ തോളിലേറിയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരാൻ. എനിക്കറിയില്ലായിരുന്നു വടകരയുടെ തെളിമയുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ ചൂട ചവിട്ടി ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടന്നെടുക്കും എന്നെനിക്ക് അറിയാൻ പാടില്ല.
എനിക്കറിയില്ലായിരുന്നു അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വിധിയെഴുത്ത് നടത്താൻ കെൽപ്പും ആർജവുമുള്ള ഒരു ജനതയുടെ പ്രതിനിധിയാവാനുള്ള ഭാഗ്യം ഈ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു പാറക്കൽ അബ്ദുള്ളയും KK രമചേച്ചിയും ഇടത്തും വലത്തും നിന്നൊരു തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ പ്രിയപ്പെട്ട ബാലൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ മുഴുവൻ നേതാക്കന്മാർ അതിനെ നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഉള്ളത് നിങ്ങളോട് തുറന്നു പറയും. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോൾ വരുന്നത്. അപ്പൊ എന്റെ സ്റ്റാഫിൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വിളിക്കണം, നേതാക്കന്മാരെ തിരിച്ചു വിളിക്കണം. അപ്പൊ എന്നോട് പെട്ടെന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണാവെന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറയുന്നു, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ UPA ചെയർപേഴ്സന്റെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ആലോചിച്ചു, അത് എന്തായിരിക്കും തീരുമാനം? നാളെ രാവിലെ പ്രഖ്യാപനം വരും, നിങ്ങളാണ് വടകരയിലെ UDFന്റെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ഉള്ളിൽ തട്ടി സത്യസന്ധമായി പറയുന്നു. ഞാൻ ആദ്യം എത്തിപ്പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ തെറ്റി വടകരയിൽ പാർലമെന്റിലേക്ക് അപ്പോൾ മുരളീധരനല്ല അവിടെ അതിനൊരു കാര്യം കൂടി. പക്ഷേ ഞാൻ തലേദിവസം മുരളീധരനെ വിളിച്ചിരുന്നു. 11-ാം തീയതി വൈകുന്നേരം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യാൻ ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മുരളീധരനെ വിളിച്ചത്. എന്നിട്ട് അത് പറഞ്ഞ് വെക്കുമ്പോൾ മുരളീധരൻ പറഞ്ഞു തിരക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും മുരളീധരൻ ഞാൻ ഇത്തവണ വടകരയിലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ സത്യം പറയാം, ഞാൻ വടകരയിലേക്ക് ഇത്തവണ എന്തായാലും വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് ഇമാതിരി ഒരു വരവായിരിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രയാസം വന്നു എന്നുള്ളതും സത്യമാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? കാരണം ഞാനിനി ജീവിക്കേണ്ടത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞത്? എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി എന്ന് പറയാൻ എന്നെ കാക്കുന്നവരുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യവും. എനിക്ക് പാലക്കാട് നിന്ന് പെട്ടെന്ന് വരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നത് സത്യം. ആളുകളും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നമ്മുടെ UDFന്റെ പ്രവർത്തകരും അവരുടെ നാട്ടുകാരും ഒക്കെ തരുന്ന സ്നേഹം അതെല്ലാ ജനപ്രതിനിധികൾക്കൊക്കെ തെറ്റുമായിരിക്കും. എനിക്ക് മാത്രമായിട്ട് പ്രത്യേകതയില്ല, അവരുടെ പ്രത്യേകതയാണ്. അങ്ങനെ അവർക്ക് സ്നേഹിക്കാൻ അറിയുന്നത് എൻ്റെ പ്രത്യേകത കൊണ്ടല്ല, അത് അവരായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലക്കാടിന് പെട്ടെന്ന് പൂര എന്ന് പറയുമ്പോൾ എനിക്കത് അറുത്ത് കുറിച്ച് മാറ്റാൻ പെട്ടെന്ന് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ പോകാൻ, അവിടെ നിന്ന് തെരഞ്ഞെടുത്ത ജനങ്ങൾ അവർ തന്ന സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ഓർത്തപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ച് പാർട്ടി എനിക്കൊരു പ്രയാസം വന്നു. എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ കുറച്ച് സമയമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ രീതിയിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ എൻ്റെ താമസിക്കുന്ന കോളനിയിലെ പ്രിയപ്പെട്ട എൻ്റെ പിന്നെ അവരുടെ അയൽവാസികളെന്ന് ഞാൻ പറയില്ല, എൻ്റെ അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ആ MLA ഓഫീസും പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സദാസമയം കൂടെയുള്ള എൻ്റെ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അവിടുത്തെ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകൾ, അവിടുത്തെ അമ്മമാർ, അവരെല്ലാവരും വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും വന്ന് എൻ്റെ തലയിൽ തഴുകി. പാലക്കാട്ടുകാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഉണ്ണിയെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ ഒഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും വേണ്ടാന്ന് തോന്നിപ്പോകും. അങ്ങനെ പിടിക്കാനാണ് ആണ്. അപ്പൊ അവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ച് മകനെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട്, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രസിഡന്റ് ആ വന്ന ആളുകൾ മുഴുവൻ സ്നേഹവും പറഞ്ഞു. എന്നെ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചും തലയിൽ കൈവച്ചും എന്നോട് പറഞ്ഞത്, വടകരയിൽ എൻ്റെ കുട്ടി ജയിച്ചു വരണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞത്. എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, പാലക്കാട്ടെ യാത്രയയപ്പാണോ ഇവിടുത്തെ സ്വീകരണമാണോ ഉജ്ജ്വലമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാലക്കാട്ടെ യാത്രയപ്പും ഇവിടുത്തെ സ്വീകരണവും രണ്ടും ഹൃദയം കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാട് അതെന്റെ വാക്കിൽ ഒതുങ്ങില്ല. എന്റെ പ്രവൃത്തിയിൽ ഞാൻ വടകരക്കൊപ്പം അടിമുടി ഉണ്ടായിരിക്കുമെന്ന് ഈ സംഗമത്തിൽ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാലക്കാടിനോട് ഞാൻ കേരളത്തിൽ UDFും ഓരോ സീറ്റും ജയിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് പാലക്കാടുള്ളത്. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു, എന്നോട് അവിടുന്ന് പോരുമ്പോൾ ചോദിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി
എനിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു, ഞാൻ വടകരക്കും നൽകുന്നു, ഞാൻ കേരളത്തിനും നൽകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയം നിങ്ങൾക്ക് കാര്യത്തിന് വേണ്ട. അത് പൊളിറ്റിക്സ് ആണ്. അവിടുത്തെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യരുത് CPM. ഒരാളങ്ങ് മാറുമ്പോഴത്തേക്കും ഓടിച്ചെന്നിട്ട് വരിയായി നിന്നിട്ട് BJP വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നവരല്ല പാലക്കാട്ടുകാർ. അവർക്കറിയാം ആരെയാണ് തോൽപ്പിക്കേണ്ടത്, അവർക്കറിയാം ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്. പിന്നെ എന്നോട് ഇവിടെ വന്നിട്ട് ചോദിച്ചു, അതിശക്തയായ സ്ഥാനാർത്ഥിയാണല്ലോ, നിങ്ങൾക്ക് എതിരിടാൻ ഭയമുണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ആദരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ചതും നടന്നതും ഉമ്മൻചാണ്ടിയുടെ കരങ്ങളാണ് എന്നത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല. രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിധികളും അതിന്റെ നിലപാടുകളും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളിടത്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു എന്നല്ലേ, ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായിരുന്നു. ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു, അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാക്കും, ഒന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കും, താൻ അവിടെ പോണം എന്ന് പറയുമായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷന് വരുമോ എന്ന് ചോദിച്ചാൽ OS ഞാൻ വന്നിരിക്കും എന്നോട് പറയുമായിരുന്നു. ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പുതുപ്പള്ളിയുടെ കവരണത്തിൽ വന്നു നിന്നപ്പോ വാക്കുകളോട് അല്ലെങ്കിലും എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം, എന്നോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാകും വടകര ജയിക്കണം, എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടാകും അക്രമ രാഷ്ട്രീയത്തിനും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന തിരിച്ചടി വടകരയിലെ ജനങ്ങളുടെ കരുത്തിൽ നിന്ന് കൊടുക്കണമെന്ന് ആ നേതാവ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല. ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടും അഹങ്കാരമില്ലാതെ, ഒരു കാര്യം അഹന്തയും അഹംഭാവവും ഇല്ലാതെ നെഞ്ചിൽ കൈവച്ച് വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടും പാർട്ടി മുന്നണി പ്രവർത്തകരോടും ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി. ആ വഴിയിലൂടെ നേടും ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീശി. ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു. കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു, കുറെ ആളുകൾ പിച്ചി, കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു, കഴുത്തിൽ കൈവച്ചു, എല്ലാം തന്നു. മാല തന്നു, പൂക്കളെറിഞ്ഞു, എല്ലാം തന്നു. പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയൊരു ചിത്രമുണ്ട്. ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അത് ആരുടെയാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ഷേവ് ചെയ്യുമ്പോ ഒരു ചെറിയ മുറിവ് മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ വേദിയിലുണ്ടോ? നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോ ഒന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരല്പം ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നിസ്സാരമായി കളയുന്ന ഒരമ്മ, ഒരച്ഛൻ, ഒരേട്ടൻ, ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിലുണ്ടാവും. നിങ്ങൾ ഓടിച്ചെന്ന് വാരിയെടുക്കില്ലേ? അയ്യോ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ? നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ? ആ ചെറിയൊരു മുറിവ് ഷേവിംഗ് വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി അവിടെ ചെല്ലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഞ്ഞു മുറിവ്, ഒരു ചെറിയ വര മൂത്ത് വന്നാൽ നിങ്ങൾ സഹിക്കൂ? ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ 51 തവണ ചില കാവാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 51 തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു കുത്തു മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയായിരിക്കും, ഒരാളെ കൊല്ലാൻ ചിലപ്പോ ഒരു വെട്ട് മതിയായിരിക്കും. ഒരാളെ 51 തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ളവൻ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത്? ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത്? ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? എനിക്ക് ടീച്ചർമാരോട് ആദരവാണ്. അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ. എനിക്ക് അമ്മമാരോട് സ്നേഹമാണ്, എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ്.
എന്റെ പാലക്കാട്ടെ അമ്മമാർ, ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എന്റെ ഉമ്മ എന്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എന്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോട് ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആദരവും സ്നേഹമാണ്. ടീച്ചറോടും സ്നേഹമാണ്. അമ്മമാർ എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചർമാരാണ്. ചൊക്ലിയിലല്ലേ ചേച്ചി? കുന്നുമ്മലല്ലേ? ചൊക്ലിയിലെ കുന്നുമ്മൽ LP സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു. ചൊക്ലിയിലെ കുന്നുമ്മലെ LP സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായി. ആ അമ്മക്ക് പ്രായം ചെല്ലുന്തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ആ അമ്മക്ക് പ്രായമേറുന്തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു. പ്രായമേറുന്തോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും, രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും, എല്ലാ പ്രയാസങ്ങൾക്കിടയിലും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത, മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു. പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ, പത്മിനി എന്ന് പറയുന്ന ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ്. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത്, എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, എന്റെ മകനെ കൊന്നതാണ്. എന്റെ മകനെ കൊല്ലാൻ CPIM എന്ന പാർട്ടി ഉത്തരവിട്ടതാണ്. എന്റെ മകനെ കൊല്ലാൻ ഒടിസുനിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത വേദനയിൽ നീറിക്കൊണ്ടിരിക്കുമ്പോ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്ന് ഓടിച്ചപ്പോ മുഖത്തെ പാടുകൾ കൊണ്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ വലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറെന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കാണ് ബോധ്യം വരാത്തത്? ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊടിസുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വടകരയുടെ രാഷ്ട്രീയമാണ്. ചോദിക്കുകയാണ്, ഇവര് കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത്? എന്താ കാരണം എന്നറിയില്ല. വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നത് ചോദിക്കുന്നത്? എന്താ കാരണം വേണോട്ട? കാരണം എന്താണെന്നറിയില്ല. നിങ്ങൾ 51 വെട്ടിയാലും തീരാത്ത, അവസാനിക്കാത്ത, നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് TP ചന്ദ്രശേഖരൻ എന്ന് ഈ ജനതക്കറിയാവുന്നതുകൊണ്ടാണ്. എന്താ വർഷം എത്ര കഴിഞ്ഞിട്ടും നിൽക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആ കൊടും ക്രൂര കൃത്യം നടത്തിയവരെ പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിപ്പിച്ചവർക്കുള്ള പ്രതിഷേധം കൊണ്ടാണ് അതിപ്പോഴും തീരാത്തത്. എന്താ വർഷം എത്ര കഴിഞ്ഞിട്ടും അത് ചർച്ചയാവുമെന്ന് ചോദിച്ചാൽ അവർക്ക് ജയിലിൽ സുഖവാസം ഒരുക്കി കൊടുക്കാൻ ഒരു ഭരണകൂടത്തിന്റെ തണൽ ഉപയോഗിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധം മണയാത്തത് കൊണ്ടാണ് അതിപ്പോഴും ചർച്ചയാവുന്നത്. എന്താ വർഷം ഇത്ര കഴിഞ്ഞും ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അത് ചോദിക്കുന്നത് ചോദിച്ചാൽ അതിനും ഞങ്ങൾക്ക് ഉത്തരവുണ്ട്. ആ പ്രതികളുടെ കല്യാണത്തിന് വിരുന്ന് നടക്കുന്നവർ, അവര് ജയിലിൽ നിന്ന് ഫോൺ കോൾ നടത്തുന്നവർ, കൊട്ടേഷൻ സ്വീകരിക്കുന്നവർ, അവരെ വെറുതെ വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് പരോളിന്റെ ഉത്സവങ്ങൾ കൊടുക്കുന്നവർ, എന്താണ് കാരണമെന്ന് ഞാൻ കൃത്യമായി പറയാം. കൊലയാളികളുടെ ദൈവമായി വർത്തിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ വടകരയുടെ ജനാധിപത്യ സമൂഹം അത് അംഗീകരിക്കില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അതിൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, അതിൽ RMPയുടെ കൊടി പിടിക്കുന്നവർ മാത്രമല്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വടകരയുടെ മണ്ണിലുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിന് എനിക്ക് സംശയങ്ങൾ ഏതുമില്ല. അത് തീരാത്തത് അതുകൊണ്ട് തന്നെയാണ്. പ്രിയമുള്ളവർ, അതെങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഷുഹൈബിനെ പറ്റി പറഞ്ഞു. ഒരു
രീതിയിലൂടെ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. BJP പരാജയപ്പെടുത്തിയ തീരും, ഒരു സംശയം നിങ്ങൾക്ക് ആ കാര്യത്തിന് വേണ്ട. അതിനും വടകരയുടെ വിധിയെഴുത്തുണ്ടാവും. ഇപ്പൊ 40 രൂപക്ക് പെട്രോൾ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? 40 രൂപക്ക് ഡീസൽ കിട്ടുന്നുണ്ടോ? 400 രൂപക്ക് ഗ്യാസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്ന് നിറഞ്ഞോ? $1 40 രൂപ കൊടുത്താൽ കിട്ടുമോ? എന്തൊക്കെ വാക്കുകളാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. ആളുകളെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത്. ഞാൻ വിളിച്ച നേതാവിന്റെ പേരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നോട് പറഞ്ഞ വാക്കുകൾ അതേപോലെ ഞാൻ പറയുന്നു. എടാ, നീ എന്റെ കുട്ടിയല്ലടാ, നീ ഇങ്ങോട്ട് കേറി വാടാ എന്ന് ധൈര്യത്തോടെ കേറി വാടാ എന്ന് പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇന്ന് എന്തോ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്